ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഏപ്രിൽ 11 വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു കിടിലം ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് നടന്മാരെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, അജു വർഗീസ്, ആസിഫ് അലി, നീരജ് മാധവൻ, ബേസിൽ ജോസഫ്, പിന്നെ നമ്മുടെ നിവിൻ പോളി. ഇതുകൂടാതെ തന്നെ കുറേ ആർട്ടിസ്റ്റും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് എല്ലാ വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ നിന്നും ചെറിയൊരു വ്യത്യസ്തത ഉണ്ടെങ്കിലും ചെറിയ ക്രിഞ്ചും ഉണ്ട് സിനിമയിൽ. പക്ഷേ സിനിമയിൽ എന്തെങ്കിലും തങ്ങി നിൽക്കുന്ന ഒരു ക്ലൈമാക്സുമായിട്ടാണ് എല്ലാ വിനീത് ശ്രീനിവാസൻ മൂവിയിൽ അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വിസ്മയം തന്നെയാണ്. ഒരു ഡയറക്ടർ എന്ന രീതിയിൽ, അദ്ദേഹം ഒരു ആക്ടറായാലും മ്യൂസിക്കലായാലും ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം ഒരു വിസ്മയം തന്നെയാണ് അദ്ദേഹം ഒരു മലയാള ഇൻഡസ്ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് മുരളി, വേണു എന്ന രണ്ട് കഥാപാത്രങ്ങളുടെ 1970-80 കാലഘട്ടത്തിൽ അവരുടെ സിനിമ സ്വപ്നം കാണുന്ന ലോകത്തേക്ക് എത്തിപ്പെടുന്ന ഒരു കഥയാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അവിടെ ലോസും ഉണ്ടാവും, നഷ്ടങ്ങളും ഉണ്ടാവും, അതുമാത്രമല്ല വിജയങ്ങളും ഉണ്ടാവും. ഒരുപാട് സംഭവങ്ങളായിട്ടാണ് ഈ സിനിമ ഇങ്ങനെ ചർച്ച ചെയ്തു പോകുന്നത്. ഒരു സിനിമ എടുക്കുന്ന പെടാപാടുകൾ. ഇപ്പം നിങ്ങളൊരു പുതിയ നടന്മാരോ നടിമാരോ ഒരു പ്രൊഡ്യൂസേഴ്സോ പുതിയ സംവിധായകനോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ മൂവി എന്ന് പറയുന്നത്. ഒരു സിനിമ എന്ന് പറയുന്നത് എടുക്കുന്നത് എന്ത് പ്രയാസമാണെന്ന് ഈ സിനിമയിലൂടെ വ്യക്തമായി വിനീത് ശ്രീനിവാസൻ എന്ന സംവിധായകന് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ട്. പ്രൊഡ്യൂസേഴ്സ് നഷ്ടമായാലും എന്തൊക്കെ കൊണ്ട് സിനിമ നിന്ന് പോകുന്നു, നല്ലൊരു സിനിമ സ്വപ്നം കാണുന്നവർക്ക് ഇവിടെ എങ്ങനെ എത്തിപ്പെടാം എന്ന് സിനിമ വ്യക്തമായിട്ട് വിവരിച്ച് തരുന്ന ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ധ്യാനിൻ്റെയും പ്രണവിൻ്റെ അഭിനയം എല്ലാം കിട്ടില്ലോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രണ്ടുപേരും കോമ്പിനേഷൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ പ്രണവ് മോഹൻലാലാണെങ്കിൽ ചെറിയ പഴയ ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ. ധ്യാൻ ശ്രീനിവാസനാണ് കൂടുതൽ റോള് പോയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്ടറാവേണ്ട ശ്രമം പൂർണ്ണാധികാരി വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് മൃദുലമായ ഒരു വിസ്മയമുണ്ട് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ബേസിൽ ചേട്ടൻ വന്നപ്പോഴും അജു ചേട്ടൻ വന്നപ്പോഴും നീരജ് മാധവൻ വന്നപ്പോഴൊക്കെ നല്ല സിനിമ കയറി അങ്ങ് കൊളുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് കൊണ്ടുപോയത് നമ്മളെ നിവിൻ പോളി ചേട്ടൻ അടിച്ച് സിനിമയിലെ ക്ലൈമാക്സിൽ പൊളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ട്രിബ്യൂട്ടായിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. അത് വിനീത് ശ്രീനിവാസനെ കൊണ്ട് അദ്ദേഹത്തിന് പറ്റൂ. അദ്ദേഹത്തിന് എങ്ങനെ നിവിൻ പോളി എന്ന ആക്ടറിനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഈ സിനിമയിൽ കാണിച്ചു ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ കൊടുത്ത റോള് അടിച്ച് തൂഫനാക്കി കൊടുത്തിട്ടുണ്ട്. അത്ര മികച്ചാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചിരിക്കുക ഈ സിനിമയിലുണ്ട് കാരണം നിവിൻ പോളി വരുമ്പം. പക്ഷേ ഈ സിനിമ ചിലവർക്കത് ഡ്രാമയായിട്ട് തോന്നുന്നത്, കാരണം ഇതൊരു ഡ്രാമയായിട്ടാണ് എടുത്തിരിക്കുന്ന സംഭവം. പക്ഷേ നല്ല കണ്ടിരിക്കാൻ പറ്റി. എനിക്ക് ഇതിൽ എഴിച്ചിലൊന്നും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ. കാരണം വെച്ചാൽ എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫായാലും സെക്കൻഡ് ഹാഫായാലും ഈ പാട്ടിൻ്റെ ഇതും കൂടെ ഒഴുക്കും കൂടെ ഉള്ളുമ്പോൾ സിനിമ പോകുന്നങ്ങ് അറിയില്ല. ഇവർ അഭിനയിച്ച് ഇങ്ങനെ പോകുമ്പം ഒന്നും അറിയാൻ പറ്റില്ല ഇതൊരു ഡ്രാമയാണോ എന്ന്. സത്യം പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എല്ലാ ആക്ടേഴ്സും കൊടുത്ത റോളിന് മികച്ച നീതി പുലർത്തിയ ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ ഇതുവരെയ്ക്കും കണ്ടിട്ടില്ല തരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവി തന്നെ പറയേണ്ടിയിരിക്കുന്നു. സോണി ലിവ് വഴി അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട്. സിനിമ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ, ഒരു ധൈര്യം എല്ലാം കിട്ടുന്ന ഒരു മൂവിയും കൂടെയാണ് വിനീത് ശ്രീനിവാസൻ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചിരിക്കുന്നത്. 80 കോടിക്ക് മേളിലാണ് സിനിമ കളക്ട് ചെയ്തത്. ഈ സിനിമ ഒരു ക്ലാഷ് റിലീസായിരുന്നു. ആവേശത്തിലൂടെ എത്തും. ആവേശം 150 കോടി അടിച്ചെങ്കിലും ഈ സിനിമ ഒട്ടും മോശമില്ലാതെ ഒരു 83 കോടി രൂപ ഫൈനൽ ബോക്സ് ഓഫീസായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി.